ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30 ഇതിൽ 25 പേരെ തിരിച്ചറിഞ്ഞു. 5 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, മരണസംഖ്യ ഉയരുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന മറ്റു വിവരങ്ങൾ? പ്രയാഗിലെ തിക്കും തിരക്കിലും വിട്ട കുംഭമേളയിലെ മരണം 90 പേർക്കാണ് പരിക്കേറ്റിരുന്നത് എന്നാണ് UP സർക്കാർ ഇത് ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതിൽ 30 പേർ കൊല്ലപ്പെട്ടുവെന്നും മരണപ്പെട്ടു എന്നും അതിൽ 25 പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ UP സർക്കാർ പറഞ്ഞത്. വളരെ ഹ്രസ്വമായ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. സംഭവം നടന്ന് 16 മണിക്കൂർ ശേഷമാണ് ഇത്തരം ഒരു വിശദീകരണം ഔദ്യോഗികമായി പുറത്തു വന്നത്. അതുപോലെ തന്നെ 25 പേരുടെ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മലയാളികളുടെ പേര് പ്രാഥമിക പട്ടികയിലില്ല. എന്നാൽ കർണാടകയിൽ നിന്നുള്ള 4 പേര്, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേര് അടക്കമുള്ള സൗത്ത് ഇന്ത്യയിലുള്ള 6 പേരുടെ പേര് പട്ടികയിലുണ്ട്. ഏതായാലും ഇത് മരണസംഖ്യ ഇനി വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വലിയൊരു ദുരന്തമാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തിക്കും തിരക്കിലും പെട്ടും അത് മാത്രമല്ല ഇന്ന് പൂർണ്ണമായി VIP ദർശനം അല്ലെ VIP പ്രോട്ടോക്കോളും പൂർണ്ണമായി ഇന്ന് നിരോധിച്ചിട്ടുമുണ്ട്. VIP പ്രവേശനമില്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വലിയൊരു ദുരന്തമാണ് മഹാകുംഭമേളയിൽ ഉണ്ടായത് എന്നതാണ്. 30 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ലക്ഷ്മി പത്മ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. മരണസംഖ്യ 30 ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്ക്. ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30 ആയിരിക്കുന്നു. ഇതിൽ 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 5 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ശരത് ലാൽ തുടരുന്നുണ്ട്. ശരത്ത്, ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേർക്ക് പരിക്കേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയരുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം. ലക്ഷ്മി പത്മ, അതുതന്നെയാണ് ഇപ്പോൾ DIGയും അതുപോലെ തന്നെ കളക്ടറും ചുമതലയുള്ള സുരക്ഷാ ചുമതലയുള്ള DIG അടക്കമുള്ള വളരെ ചെറിയ 5 മിനിറ്റ് കൊണ്ട് പത്രസമ്മേളനം നടത്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. 30 പേർ മരിച്ചു കഴിഞ്ഞു, 60 പേർ ചികിത്സയിലാണ്, 25 പേരെ തിരിച്ചറിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വളരെ ഹ്രസ്വമായി പ്രസിനെ അറിയിക്കുകയും അത് കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കാതെ തന്നെ പത്രസമ്മേളനം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മരണസംഖ്യ വരാനുള്ള സാധ്യത തന്നെയുണ്ടെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം സ്ത്രീകളാണ് മരിച്ചവരിൽ പ്രധാനപ്പെട്ട പരിക്കേറ്റലും മരിച്ചവരും ഉള്ള കൂടുതൽ അംഗങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് പ്രയാഗിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. എന്നാലും അത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് UP പോലീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊരു മറുപടി മാത്രമാണ് UP കളക്ടർ നൽകിയിരിക്കുന്നത്. പ്രയാഗിലെ കളക്ടർ നൽകിയിരിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഇനി ഉയരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ലക്ഷ്മി പത്മ. മരണസംഖ്യ വീണ്ടും ഉയർന്നേക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 30 മരണസംഖ്യ. ഇതിൽ 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 5 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരത്, ഇത് യോഗി ആദിത്യനാഥിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനത്തിലേക്ക് കടക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണമൊക്കെ അവിടെ നടന്നിട്ടും ഇത്തരത്തിലൊരു തിക്കിലും തിരക്കിലും ആളുകൾ മരിക്കുന്ന സാഹചര്യം, ഇങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന സാഹചര്യം, അത് വലിയ തോതിൽ ഈ ഘട്ടത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വളരെ വ്യക്തമായിട്ട് ഇത് സംബന്ധിച്ച വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കാരണം സമാജ്വാദി പാർട്ടി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കാരണം UP ശ്രദ്ധിക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. കാരണം കുംഭമേളയിലുള്ള ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതുപോലെ സമാജ്വാദി പാർട്ടി രൂക്ഷമായ വിമർശനം തന്നെ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും വല്ല 10 കോടി ജനങ്ങൾ അല്ലെ 10 കോടി ഭക്തന്മാർ എത്തുന്ന ഒരു ദിവസമാണ് ഇതെന്ന് UP സർക്കാർ അറിയായിരുന്നു. എന്നിട്ടും ഇതനുസരിച്ച് മുൻകരുതൽ എടുത്തിട്ടില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, അമാവാസി ദിവസമാണ്. ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്ന
സമയമാണ്. ഇത് അറിയാമായിരുന്നിട്ടും യാതൊരുവിധ മുൻകരുതലും എടുത്തില്ല. ഇപ്പോൾ വേണ്ടത്ര പോലീസിനെ ഈ സ്ഥാനഘട്ടങ്ങളിൽ വിന്യസിച്ചിട്ടില്ല, തിരക്കൊഴിവാക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല, വലിയ വലിയ കാര്യങ്ങൾ മാത്രം പറയുന്നു എന്നതാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം. ഏതായാലും കുംഭമേളയിലെ ഈ ദുരന്തം വളരെ വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചുള്ള കുംഭമേള വളരെ വളരെ ആദരിക്കപ്പെടുന്ന ഒരു വിശേഷം ഉള്ള ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ എത്തുന്ന 10 കോടി ജനങ്ങൾ ഇന്നലെ എത്തും. UP സർക്കാരിന് അറിഞ്ഞിട്ട് പോലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നതാണ് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് തന്നെ ആരോപിച്ചത്. ഏതായാലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കടുത്ത വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്. ലക്ഷ്മി പത്മ, വലിയ തോതിലുള്ള വിമർശനമാണ് ഏതായാലും ഉയരുന്നത്. അതും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് ശരത് ഇതിനുവേണ്ടി, സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ വിമർശനത്തിലേക്ക് വഴിവെക്കുന്നതും, അല്ലേ? അതെ, അത് സ്വാഭാവികമായും ഡ്രോണടക്കമുള്ള അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള വലിയ വലിയ കാര്യങ്ങൾ യോഗി സർക്കാർ അവകാശപ്പെട്ടിരുന്നു എന്നും, എന്നാൽ വളരെ ബലം കുറഞ്ഞ ബാരിക്കേഡുകളാണ് ഇത് അപകടത്തിന് കാരണമായിരുന്നെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ വളരെ ബലം കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ പെട്ടെന്ന് തകർന്നു പോയത്. ഇത് മനസ്സിലാക്കാനും അല്ലെ അതിനനുസരിച്ച് സുരക്ഷ ഏർപ്പെടുത്താനും യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയ പണം ചെലവഴിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് അവകാശപ്പെടുന്ന UP സർക്കാരിനെതിരെ അത്തരമൊരു വിഷയങ്ങളിൽ കെജ്രിവാളും ഇന്നിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ, ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഉണ്ടായ തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30 ആയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ദില്ലിയിൽ നിന്ന്.